ഈ ചോദ്യം ഗേറ്റ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലും സെറ്റ് മാത്തമാറ്റിക്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് എന്നാണ് ഐഗൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ്. So, especially without fully solving the question, how to identify the nature of the eigenvalues. That is the real trick here. So, here we are given a matrix M. നിങ്ങൾ ഈ മെട്രിക്സ് ശ്രദ്ധിച്ചാൽ M equal to M transpose ആണ്. M equal to M transpose ആണ്. അതായത് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെട്രിക് ആണ്. That means M is symmetric. M ഒരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ we have one result. Real symmetric matrices always have real eigenvalues. ഇതൊരു റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഐഗൻ വാല്യൂസ് എങ്ങനെയായിരിക്കും? എല്ലാം റിയൽ ഐഗൻ വാല്യൂസ് ആയിരിക്കും. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് M has no real eigenvalues. So this is not true. ഇനി സെക്കൻഡ് ഓപ്ഷൻ all real eigenvalues of M are positive. എല്ലാ ഐഗൻ വാല്യൂസും പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. Then third option, all real eigenvalues of M are negative. Then M has both positive and negative real eigenvalues. Are all they positive or negative or both? Full eigenvalue calculation ചെയ്യാൻ സമയമെടുക്കും. So we use a smart idea, that is trace equal to sum of eigenvalues. Trace equal to sum of eigenvalues. So eigenvaluesന്റെ sum ആണ് trace എന്ന് പറയുന്നത്. So ഇവിടെ നോക്കിയേ, ഇവിടെ സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ത് വരും? ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ് നമുക്കറിയാം. സോ ഹിയർ ട്രേസ് ഓഫ് M എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈക്വൽ ടു 0 വരും അല്ലെ? ട്രേസ് ഈക്വൽ ടു സം ഓഫ് ഐഗൻ വാല്യൂസ് ആൻഡ് ദാറ്റ് വിൽ ബി 0. ട്രേസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് സം ഓഫ് ഐഗൻ വാല്യൂസ് വിൽ ബി 0 ഹിയർ. ഇനി ഐഗൻ വാല്യൂസിന്റെ സം 0 ആകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഐഗൻ വാല്യൂസ് എങ്ങനെയൊക്കെ ആയിരിക്കണം? ഒന്നുകിൽ പോസിറ്റീവ് മാത്രമായിരിക്കണോ, നെഗറ്റീവ് മാത്രമായിരിക്കണോ, പോസിറ്റീവും നെഗറ്റീവും ആയിരിക്കണം. ഇഫ് ഓൾ ദ ഐഗൻ വാല്യൂസ് ആർ പോസിറ്റീവ് then sum would be positive, right? All the eigen values are negative then the sum will be negative. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ട്രേസ് എന്ന് പറഞ്ഞത് 0 ആണ്. അതിന്റെ മീനിങ് എന്താ? 0 ആൻസർ കിട്ടണമെങ്കിൽ both eigen values should be positive and negative. എന്നാലാണ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 0 കിട്ടും അല്ലെ? അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ത് പറയാം? ഐഗൻ വാല്യൂസ് എന്താണ് ഇതിന്റെ മീനിങ്? Eigenvalues must include some positive and some negative values. So, നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് all real eigenvalues of M are positive. അപ്പോൾ എല്ലാം പോസിറ്റീവ് ആയാൽ നമുക്ക് റിസൾട്ട് 0 കിട്ടില്ല, ട്രേസ് ഈക്വൽ ടു 0 എന്ന് കിട്ടില്ല. സോ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. തേർഡ് ഓപ്ഷൻ all real eigenvalues of M are negative. എല്ലാ വാല്യൂസും നെഗറ്റീവ് വന്നാലും നമുക്ക് സം 0 കിട്ടില്ല. സോ അതും നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ വരുന്ന ഓപ്ഷൻ M has both positive and negative real eigenvalues. അപ്പോൾ കുറച്ച് പോസിറ്റീവും കുറച്ച് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? പോസിറ്റീവ് നെഗറ്റീവും കൂടെ മിക്സ് ആണ്. സം ഈക്വൽ ടു 0 മീൻസ് ഐഗൻ വാല്യൂസ് മസ്റ്റ് ഇൻക്ലൂഡ് സം പോസിറ്റീവ് ആൻഡ് സം നെഗറ്റീവ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. M has both positive and negative real eigen values. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. സിമെട്രിക് മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. അതുപോലെ ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. ഈ രണ്ട് കോൺസെപ്റ്റുകളാണ് ഈ ഒരു പ്രോബ്ലത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള കോൺസെപ്റ്റ് ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്. കീപ് പ്രാക്ടീസിങ്.